നവകേരള സർവേയിൽ സർക്കാരിന് കനത്ത തിരിച്ചടി. സർവേ ഹൈക്കോടതി റദ്ദാക്കി. സർവേ നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി നടപടി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു സുരേഷ്, നേരത്തെ തന്നെ പ്രതിപക്ഷം ഈ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് കടുത്ത എതിർപ്പ് ചൂണ്ടിക്കാട്ടിയതാണ്. പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ആശയങ്ങൾ സമാഹരിക്കുകയാണ് ലക്ഷ്യമെന്നും നേരത്തെ പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. പക്ഷേ സർക്കാർ ഈ സർവേ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ കോടതി വിധിയിലൂടെ സർക്കാരിന് വലിയ തിരിച്ചടിയല്ലേ ഉണ്ടായിരിക്കുന്നത്? വിഷ്ണു. ദിലീപ്, കനത്ത തിരിച്ചടിയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. അതായത് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലെ നയരൂപീകരണം അതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു സർവേ, നവകേരള സർവേ എന്ന പേരിട്ട് ഒരു സർവേ നടത്താൻ തീരുമാനിച്ചത്. അത് CPIM-ന്റെ രാഷ്ട്രീയ സ്റ്റണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. പക്ഷേ ആ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുകയായിരുന്നു. അതിൽ CPIM പ്രവർത്തകരെ വോളണ്ടിയർമാരാക്കി പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച്, ആളുകളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് ഈ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എപ്രകാരം ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്, അവരുടെ റെസ്പോൺസ് എന്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് സമാഹരിക്കുകയായിരുന്നു ലക്ഷ്യം. അതിനെതിരെയാണ് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അടക്കമുള്ള ആളുകൾ ഹൈക്കോടതിയിൽ ഹർജിയുമായി എത്തിയത്. അതായത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയല്ല, ഇത് കേവലം രാഷ്ട്രീയ സ്റ്റണ്ടാണ്, CPM-ന്റെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി പൊതുഖജനാവിലെ പണം ഉപയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വാദം ഹൈക്കോടതിയിൽ നടന്നിരുന്നു. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലാണ് ഈ ഹർജി പരിഗണിച്ചത്. ഏറ്റവും ഒടുവിൽ ഇന്ന് അതിന്റെ വിധി വരുന്ന ഘട്ടത്തിൽ ആ ഹർജി അംഗീകരിച്ചുകൊണ്ട് കോടതി ഈ നവകേരള സർവേ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, ബഡ്ജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അലോക്കേഷൻ ഇല്ല. ഒപ്പം ധനകാര്യ കമ്മീഷന്റെ അംഗീകാരം ഈ സർവേ നടത്തുന്നതിന് വേണ്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സർവേ നിയമവിരുദ്ധം എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സർവേ റദ്ദ് ചെയ്യാനുള്ള നടപടിയിലേക്ക് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് പോയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഒരു നയരൂപീകരണത്തിന്, അതായത് വരുന്ന സർക്കാരിന്റെ അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നുള്ള ലക്ഷ്യത്തിലാണ് സർക്കാർ ഇത്തരത്തിലൊരു പദ്ധതി സംഘടിപ്പിച്ചതെന്ന പ്രതിപക്ഷ ആരോപണം ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട ഹർജികൾ, അത് ഒന്ന് KSUവിന്റെ മുബാസും മറ്റൊന്ന് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റായ അലോഷ്യസ് സേവ്യറുമാണ് ഈ സർവേക്കെതിരെ ഹർജി ഫയൽ ചെയ്തത്. അതിൽ വിശദമായ വാദം കേട്ടു. അതിലാണ് ഇപ്പോൾ ഒരു തിരിച്ചടി സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരിക്കുന്നത്. ദിലീപ്. വിഷ്ണു, നേരത്തെ തന്നെ ഈ കാര്യത്തിൽ ഈ പരാതിക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, CPIM സംസ്ഥാന സെക്രട്ടറിയാണ് ഇത്തരമൊരു സർവേക്ക് സർക്കാരിന് കത്ത് നൽകിയത് എന്നായിരുന്നു. ആ കത്തിൻ്റെ ആധികാരികതയൊക്കെ കോടതി പരിശോധിച്ചിട്ടുണ്ടാകും. ഏതായാലും അങ്ങനെയുള്ള ചില ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ഈ പരാതിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. ഇതൊരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ CPIM-ന്റെ കേഡർമാരെ നിയോഗിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ ഏതാണ്ട് 80 ലക്ഷത്തോളം വീടുകളിൽ പോയി സർക്കാരിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം ആരായലായിരുന്നു ഈ സർവേയിലൂടെ സർക്കാരും CPIM-ഉം ഒക്കെ ലക്ഷ്യമിട്ടിരുന്നത്. അത് കടുത്ത എതിർപ്പ് അവഗണിച്ചുകൊണ്ടും സർക്കാരും CPIM-ഉം ഈ സർവേയുമായി മുന്നോട്ട് അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവെയാണ് ഇപ്പോൾ ഈ കനത്ത തിരിച്ചടി കോടതിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത്. ആ വിധിയിൽ പറയുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു? ദിലീപ്, വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇത് ഉത്തരവ്, നിലവിൽ ഓപ്പൺ കോർട്ടിൽ ഉത്തരവ് മാത്രമാണ് പറഞ്ഞത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട, അതായത് ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇതൊന്ന് CPIM-ന്റെ ഒരു രാഷ്ട്രീയ സ്റ്റണ്ടാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ CPIM-ന്റെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ സർവേക്ക് പിന്നിൽ. അതിനുവേണ്ടി നേതൃത്വം നൽകിയത് കമ്മീഷണർ, അത് പാർട്ടി സെക്രട്ടറിയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് സർക്കാരിന് കൈമാറിയത്. ആ പദ്ധതി നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടത് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. CPM-ന്റെ ആശയ പ്രചരണത്തിന് വേണ്ടി, അവരുടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടിന് വേണ്ടി പൊതുഖജനാവിൽ നിന്ന് പണം ഉപയോഗിക്കുന്നത് അത് അങ്ങേയറ്റം നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഹർജിക്കാർ നൽകിയിട്ടുള്ള ഈ പെറ്റീഷനുകളിൽ രണ്ടിലും വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നത്. അതിനുവേണ്ടി ആളുകളെ അതായത് ഈ വോളണ്ടിയർമാരായി നിയമിക്കുന്നതും CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും
കോൺഗ്രസിനെയും പ്രവർത്തകരെയാണ്. അത് ഒരു തരത്തിലും പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് ഇത്തരത്തിലൊരു സർവേ നടത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. അത് പൊതുഖജനാവിന്റെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന തരത്തിലുള്ള വാദങ്ങളാണ് കോടതിക്ക് മുമ്പാകെ വെച്ചത്. അത് കോടതി അംഗീകരിക്കുന്നു. കോടതി മുന്നോട്ട് വെച്ച രണ്ട് പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് ബജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അലോക്കേഷന്റെ കാര്യങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. മറ്റൊന്ന് ധനകാര്യ കമ്മീഷന്റെ അംഗീകാരം ഈ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടില്ല. ആ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ പൊതുഖജനാവിൽ നിന്ന് പണം ഉപയോഗിച്ച് ഒരു സർവേ നടത്തുന്നത് നിയമവിരുദ്ധം എന്ന നിലപാടാണ് ഹൈക്കോടതി സ്വീകരിക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ രണ്ട് ഹർജികളും അംഗീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ നവകേരള സർവേ റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവിലേക്ക് ഹൈക്കോടതി ഇപ്പോൾ പോയിരിക്കുന്നത്. ഏകദേശം 80 ലക്ഷത്തോളം വീടുകൾ കയറി. അവിടെ സംസ്ഥാന സർക്കാർ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അവർ എടുത്തിരിക്കുന്നത്, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അതെല്ലാം അവരിൽ നിന്ന് സമാഹരിച്ച് ഒരു നയരൂപീകരണത്തിന്, അതായത് അടുത്ത തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു നയരൂപീകരണം ലക്ഷ്യം വെച്ച് നടത്തിയൊരു പദ്ധതി, ആ പദ്ധതി അതിൻ്റെ പ്രാരംഭഘട്ടമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് ഈ വിധി വന്നിരിക്കുന്നത്. അത് നവകേരള സർവേ റദ്ദ് ചെയ്യണം എന്നുള്ളതാണ്, റദ്ദ് ചെയ്തു എന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. അലോഷ്യസ് സേവ്യർ എന്ന KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റും KSUവിന്റെ തന്നെ ജനറൽ സെക്രട്ടറിയായ ഉബാസും നൽകിയിട്ടുള്ള ഹർജിയിലാണ് ഇപ്പോൾ കോടതി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. ഉറപ്പായും അത് CPIM-നെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ഈ സർവേ പ്രഖ്യാപിച്ച ഘട്ടം മുതൽ തന്നെ പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഇത് CPM-ന്റെ രാഷ്ട്രീയ സ്റ്റണ്ടാണ്, ഇത് CPIM-ന്റെ ആശയം പ്രചരിപ്പിക്കാൻ, അവരുടെ ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പൊതുഖജനാവിലെ പണം ഉപയോഗിക്കുന്നു തുടങ്ങിയ രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ പ്രതിപക്ഷം ഉയർത്തിയതാണ്. ആ ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്നു എന്നതാണ് ഇപ്പോൾ കോടതിയിൽ വന്നിരിക്കുന്ന ഉത്തരവ്. ദിലീപ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.